നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇക്കഴിഞ്ഞ യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളൊന്നും അടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഗോളടിക്കാത്ത ആദ്യത്തെ യൂറോ കപ്പാണ് കടന്നുപോയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം സൗദി ലീഗിൽ ഗോളടിച്ച് തിമിർക്കുമ്പോഴാണ് യൂറോ കപ്പിൽ ഇങ്ങനെ ഗോൾ ക്ഷാമം നേരിട്ടത്. വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. സൗദിയിൽ ഗോളടിക്കും പോലെയല്ല യൂറോപ്പിലും യൂറോ കപ്പിലും ഒക്കെ ഗോളടിക്കുക എന്നുവരെ വിമർശനങ്ങളുടെ ശരങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു. അപ്പോഴും പക്ഷേ യൂറോ കപ്പൊക്കെ കഴിഞ്ഞിട്ട് റോബർട്ടോ മാർട്ടിനസ് എന്ന പോർച്ചുഗലിൻ്റെ കോച്ച് പറഞ്ഞത് ക്രിസ്ത്യാനോയെ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ കോൺഫിഡൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു. CR7 സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് സംസാരിച്ചത്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും യൂറോ 2024 പ്രകടനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യുവേഫ നേഷൻസ് ലീഗിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, യൂറോ 2024 പറ്റി പറയുമ്പോൾ ഇതല്ല ഞങ്ങളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ബാലൻസ്. ഞങ്ങൾ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, അതിനനുസരിച്ച് പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും യൂറോസ് ഇമ്പോർട്ടൻ്റ് ലെസനാണ് ടീമിന് നൽകിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. സോ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ പോർച്ചുഗലിൻ്റെ ഈ ജനറേഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ മികച്ച രൂപത്തിലുള്ള കളിക്കാർ ഈ ടീമിലുണ്ട്. വി മസ്റ്റ് ഓൾവേസ് ബിലീവ് ദാറ്റ് പോർച്ചുഗൽ വിൽ പെർഫോം ബെറ്റർ ഇൻ ദി അപ്കമിങ് ടൂർണമെൻറ്റ്സ് എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നു. ചുരുക്കത്തിൽ യൂറോ കപ്പിൽ നിന്ന് കുറേ ഇമ്പോർട്ടൻ്റ് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ നിലവിലെ ടീമാവട്ടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മുന്നിലുള്ളൊരു ജനറേഷനാണ്. വരുന്ന ടൂർണമെൻറ്റുകളിൽ പോർച്ചുഗൽ മികച്ച പ്രകടനം നടത്തുമെന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അതായത് താരങ്ങൾക്കുള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടാവണം, സ്വാഭാവികമായിട്ടും റിസൾട്ട് വരും എന്നുള്ള തിയറിയിലാണ് CR7 വിശ്വസിക്കുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി എത്ര മത്സരങ്ങൾ പോർച്ചുഗലിന് വേണ്ടി കളിക്കും എന്നുള്ളത് കണ്ടറിയണം. അടുത്ത വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം ഉണ്ടാകുമോ അതൊക്കെ ചോദ്യമാണ്. അടുത്ത യുവേഫ നേഷൻസ് ലീഗിലെ മത്സരങ്ങൾ എന്തായാലും CR7 കളിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.